ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 22. ഇത് അധ്യായം 2 10ാമത്തെ ഖണ്ഡമാണ്. ഇതിലും ദേവത ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ കാരണം എല്ലാ കർമ്മങ്ങളും സാമവേദം എന്ന് പറഞ്ഞാൽ സാമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടായിട്ട് എടുക്കാം. ഏത് കർമ്മത്തിനും നമ്മൾ കൊടുക്കുന്ന വസ്തുവാണ് സോമം. ഇൻപുട്ട് എന്നെടുക്കണം, ഔട്ട്പുട്ടിന് അന്നം എന്നെടുക്കാം, അല്ലെങ്കിൽ ധനം എന്നെടുക്കാം. നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന സാധനങ്ങൾ, വീടുണ്ടാക്കാനാണെങ്കിൽ കല്ല്, മണ്ണ്, മരയെല്ലാം ഇൻപുട്ട്. അതാണ് സോമം. അതിൽ നിന്നാണ് ഔട്ട്പുട്ട് അന്നം ഉണ്ടാകുന്നത്, വീട്. അപ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. കാരണം എല്ലാ പ്രവർത്തനങ്ങളെ പിന്നിലും ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രേരക ശക്തി അതിൽ നിന്ന് ഉത്ഭവിക്കും. ആ പ്രേരക ശക്തിയാണ് അതിനെ യോജിപ്പിക്കുന്നത്, അവിടെ ഏകോപിപ്പിക്കുന്ന ആ ശക്തിയാണ്. ആ ശക്തിയെ ഇന്ദ്രനായിട്ട് കാണുന്നത്. ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് 204 മന്ത്രം എന്താണ് പറയുന്നത് നോക്കാം. ശത്രുക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേദങ്ങളിൽ എപ്പോഴും ശത്രുവായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കാര്യം പറയും. എപ്പോഴും ശത്രുക്കളെ, അസുരരെ നശിപ്പിക്കുക, യുദ്ധം ഇതെല്ലാം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നത്. എന്ത് പ്രവർത്തനം നടക്കുകയാണെങ്കിൽ രാസപ്രവർത്തനമൊന്നും വേണ്ട. എവ്രി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷം അവിടെയുണ്ട്. ഇപ്പം നമ്മളൊരു അരിയെ ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനെയാണ് അസുരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശത്രുത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ ആ വസ്തുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട് മാറ്റിയെടുക്കാൻ. അതിനാണ് ആ എതിർക്കുന്ന ശക്തിയാണ്, അതിനെ മറികടക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ എല്ലാ ശത്രുക്കളെയും നശിച്ചിട്ട് പൂർണ്ണമായി അന്നം തികഞ്ഞവനായ ഇന്ദ്രൻ എന്നിട്ട് എന്ത് ചെയ്യും? കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റായിട്ട്, അന്നമായിട്ട് മാറ്റിത്തരും. അതിന് പിന്നിലുള്ള ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അതിനെ ഞാൻ സ്തുതി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അതിനെ ഒരു വസ്തുവാക്കി മാറ്റണ്ടിക്കൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. നമ്മൾ എന്ത് കർമ്മങ്ങളും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ അത് പ്രൊഡക്റ്റാക്കി തരികയുള്ളൂ. ഇപ്പം നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിയിട്ട് വെള്ളം ഉണ്ടാക്കണ്ടെങ്കിൽ ആ ഹൈഡ്രജനും ഓക്സിജനും സയൻസിൽ എങ്ങനെ കൊടുക്കണമെന്നല്ല, ഇതിനൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ അനുസരിച്ച് നമ്മൾ ചെയ്താൽ മാത്രമേ, അതാണ് സ്തുതി എന്ന് പറയുന്നത്. വേദമന്ത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ സയൻസിൽ പറഞ്ഞ കാര്യങ്ങൾ ആ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റാക്കി തരും. ഇപ്പം സിമെൻറ്റ് ഉണ്ടാക്കണ്ടെങ്കിൽ സിമെൻറ്റിൽ ഇന്ന സാധനങ്ങൾ ഇത്ര റേഷ്യോയിൽ ചേർക്കണമെന്നുള്ളൊരു സയൻസ് ഉണ്ട്. അതിലൂടെ നമ്മൾ ചേർത്താൽ മാത്രമേ ആ സിമെൻറ്റിനെ, അതിൻ്റെ അകത്തുള്ള ആ ഇന്ദ്രൻ അല്ലെങ്കിൽ ആ സിസ്റ്റം, അതിനുള്ള ഫോഴ്സ്, ഏകോപിപ്പിക്കുന്ന ശക്തി അതിനെ ഉറപ്പിച്ചിട്ട് നല്ല ഗാഠമായി തീർക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വേദമന്ത്രങ്ങളിലൂടെ സമീപിക്കണം. ഇനി 205 എന്നാൽ നിർമ്മിക്കപ്പെട്ട സ്തുതികൾ ഉന്നതങ്ങളിൽ വിരാജിച്ചുകൊണ്ട് സന്തോഷം നൽകുന്ന ഇന്ദ്രൻ. അപ്പം ഞാൻ എന്നാൽ നിർമ്മിച്ച സ്തുതികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ അനുസരിച്ച് കണ്ടെത്തിയ ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. നമ്മൾ പണ്ട് കാലത്ത് വെറുതെ ചോറ് പാത്രത്തിലിട്ട് ചൂടാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ എന്നാൽ നിർമ്മിച്ച ഒരു ശാസ്ത്രതത്വ സ്തുതി എന്ന് പറയുമ്പോൾ പ്രഷർ കുക്കറിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, പ്രഷർ ഉപയോഗിച്ചാൽ. അപ്പോൾ എന്നാൽ നിർമ്മിച്ച സ്തുതികളിൽ ഉന്നതകളിൽ വിരചിച്ചുകൊണ്ട് സന്തോഷം പകരുന്ന ഇന്ദ്രൻ. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഭംഗിയായിട്ട് അത് സോമം പാനം ചെയ്യുന്നവനുമായ അല്ലയോ ഇന്ദ്ര. അപ്പോൾ ആ സോമത്തെ അത് വേഗം പാനം ചെയ്യും. നമ്മൾ കൊടുത്ത അരിയും വെള്ളത്തെയും ഇന്ദ്രൻ പെട്ടെന്ന് എടുത്തിട്ട് പാകം ചെയ്യാൻ അതെടുക്കും. എന്നിട്ട് അതിനെന്താക്കി മാറ്റും? നല്ല പദമുള്ള ചോറാക്കി മാറ്റും, പ്രഷർ കുക്കറിലിട്ടാൽ. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൻ്റെ പുതിയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻപുട്ട് കൊടുത്താൽ ആ സിസ്റ്റം എന്ത് ചെയ്യും?
നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിത്തരും. നല്ല നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അങ്ങനെ പ്യുവറായിട്ടുള്ള സാധനമാക്കിയിട്ട് മാറ്റിത്തരും. നല്ല ക്വാളിറ്റിയുള്ള വസ്തുവാക്കിയിട്ട് മാറ്റിത്തരും. എന്നിട്ട് നമ്മുടെ അവ അനുഗ്രഹം ചൊരിയും. അനുഗ്രഹം ചൊരിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാക്കിയിട്ട് നമ്മളെ കർമ്മത്തിന് ഫലം കിട്ടും. ഇനി 206. ഇനി യാഗം ചെയ്യുന്ന ആൾക്കാരെ മരുത്തും ദേവന്മാരും ആര്യന്മാരും മിത്രന്മാരും സംരക്ഷിക്കും. അപ്പോൾ മരുത്തുക്കൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഘടനയായിട്ട് ബന്ധപ്പെട്ട 47-49 മരുത്തുക്കൾ കൂടിയതാണ് ഈ ലോകം. ആ മരുത്തുക്കൾ, ആ ഗ്രഹങ്ങളുടെ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിനോട് ലോക പുരോഗതിയാണ് സംഭവിക്കുന്നത്. ആ ലോക പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ. അപ്പോൾ അതെല്ലാം തീരുമാനിക്കുന്നത് ആ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷം പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാനറ്റ്സിലൂടെയെല്ലാം. അതായത് എല്ലാ സംഭവങ്ങളും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവവും ആ ശക്തി വിശേഷം പ്ലാൻ ചെയ്ത് അനുസരിച്ചാണ് പോകുന്നത്. അത് സമയബന്ധിതമാണ്. ആ സമയം ഗ്രഹങ്ങളുടെ എല്ലാം ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അനുകൂലമായ സമയത്ത് ദേവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ചോറ് വെക്കാനാണെങ്കിൽ അരിയും വെള്ളവും എല്ലാം ദേവതകളും. ആര്യമാവ് എന്ന് പറഞ്ഞാൽ സൂര്യനായിട്ട് എടുക്കാം. സൂര്യനെ നമ്മളിൽ സ്വാധീനിക്കുന്നുണ്ട് കർമ്മങ്ങൾക്ക്. നമ്മളെ സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത്. നമ്മുടെ കർമ്മങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്. രാവിലെ ദോശ ഉണ്ടാക്കും, ഉച്ചക്ക് ചോറുണ്ടാക്കുക. അല്ല, രാവിലെ ചോറുണ്ടാക്കിയിട്ട് ഉച്ചക്ക് ദോശയല്ല കഴിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു ചെയ്യുന്ന പ്രവൃത്തിക്ക് സമയവുമായിട്ടൊരു ബന്ധമുണ്ട്. മിത്രദേവന്മാർ, മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങളിൽ നമ്മളെല്ലാം ചെയ്യണം. അനുകൂല സാഹചര്യത്തിൽ ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ. അതാണ് രാസപ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ പറയുന്ന അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് അനുകൂലമായ സാഹചര്യങ്ങളിലെ ആ കൊടുക്കുന്ന നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇവരെല്ലാം നമ്മളെ സംരക്ഷിക്കണം. അതായത് കാലം അനുകൂലമായ കാലമായിരിക്കണം, അനുകൂലമായ സാഹചര്യമായിരിക്കണം. ഇതെല്ലാം അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമുക്ക് തോന്നുന്ന സമയമൊന്നും നമ്മൾ കർമ്മം ചെയ്യില്ല. അങ്ങനെയുള്ള യാഗകർത്താവ് നല്ല കണ്ണുകളോടെ നിലനിൽക്കുന്നു എന്ന കാര്യം വളരെ പ്രസിദ്ധമാണ്. അതായത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നല്ല കണ്ണുകളോടെ എന്ന് പറഞ്ഞാൽ ശരിയായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നല്ല യജ്ഞകർത്താക്കൾ കർമ്മം ചെയ്യുക. നല്ല ദീർഘവീക്ഷണമുള്ള യജ്ഞകർത്താക്കൾ അങ്ങനെയുള്ള കണ്ണുകളോടുകൂടി, അതായത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അനുകൂലമായ സാഹചര്യമായിരിക്കണം, അനുകൂലമായ കാലമായിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മളൊരു വിത്ത് നടുകയാണെങ്കിൽ എപ്പോഴാണ് നടുക? അനുകൂലമായ സമയം വരുമ്പോൾ നടണം. അല്ലാതെ നമുക്ക് തോന്നുന്ന സീസൺസിൽ നടത്താം. ഓരോന്നിനും ഓരോ കാലാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഋതുക്കളുണ്ട്. ആ ഋതുക്കളിലാണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോഴും അനുകൂലമായ സമയമായിരിക്കണം. മഴയത്തോട്ട് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകും. അപ്പം അനുകൂല സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? യജ്ഞം ചെയ്താൽ ഇന്ദ്രൻ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. ഇനി 207 ധനഷഷ്ടി വിശേഷങ്ങളിൽ നിറഞ്ഞൊടുക്കുന്ന ഇന്ദ്രൻ. ധനം, നമുക്ക് ധനം നൽകാൻ, ഇഷ്ടമായി ധനം നൽകുവാൻ അതിൻ്റെ ശക്തി വിശേഷത്തിൻ്റെ പിന്നിലുള്ളത് ആരാണ്? ഇന്ദ്രൻ. അങ്ങയോട് പറയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ധനം നമുക്ക് നൽകി അനുഗ്രഹിച്ചാൽ. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന എന്തിനാണ്? ധനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ചോദിക്കും, ചോറുണ്ടാക്കുന്നതിന് ധനം കിട്ടുന്നുണ്ടോ? ചോറുണ്ടാക്കുന്നതും ധനം കിട്ടുന്നുണ്ട്. അരി മാത്രമാണെങ്കിൽ അതിനൊരു വിലയേ ഉള്ളൂ. നമുക്ക് ചോറാണ് വേണ്ടത്. ഒന്നിക്ക് നമ്മൾ കടയിൽ പോയിട്ട് ചോറിന് ഇപ്പോൾ എത്രയാണ്? 60 റുപ്യയാണെങ്കിൽ 60 റുപ്യ കൊടുത്ത് വാങ്ങണം. ഇവിടെയാണെങ്കിൽ നമുക്ക് 60 റുപ്യേൻ്റെ അരിയായിട്ട് മാറി കിട്ടുന്നുണ്ട്. ഇപ്പം ധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, പൈസ ലാഭമാകുന്നുണ്ട്. ഇപ്പം ഏത് കർമ്മം ഉണ്ടെങ്കിലും ധനത്തിലാണല്ലോ നമ്മൾ എല്ലാം തീരുമാനിക്കുക, എത്ര ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ആ നിലയിൽ ധനത്തെ കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ
ചെയ്യുന്ന കർമ്മം എല്ലാം വിറ്റ് പൈസയാക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നും എടുക്കണ്ട. അതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായിട്ട് മാറുന്നുണ്ട്, അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ട്. അതാണ് ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ധനം, ആഗ്രഹിക്കുന്ന ധനം നൽകണേ, അങ്ങ് അത് ചെയ്തു തരുന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാമെന്ന് പറയുകയാണ്. അതായത് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങ് നമ്മളെ കൂടെ ഉണ്ടാവും. ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തെ ഏകോപിപ്പിക്കാനായി ഇന്ദ്രൻ നമ്മളെ കൂടെ ഉണ്ടാകും. അത് നമുക്ക് അറിയാം. ഇനി 208 വൃത്തൻ എന്ന അസുരനെ കൊന്ന് ഇല്ലാതാക്കിയ ശക്തി വിശേഷമാണല്ലോ അങ്ങ്. വൃത്തൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ എവ്രി ആക്ഷൻ എന്ന് പറയുന്നതാണ് ഇന്ദ്രൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു ശക്തി ഉപയോഗിച്ച്, ഒരു ബലം പ്രയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ബലത്തെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തെ, ആക്ഷനെയാണ് ഇന്ദ്രനായി എടുക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ റിയാക്ഷൻ. ആ റിയാക്ഷനാണ് വൃത്രാസുരനായിട്ട് വേദങ്ങൾ പറയുന്നത്. അപ്പം ആക്ഷൻ ദേവന്മാരാണെങ്കിൽ റിയാക്ഷൻ അസുരന്മാരാണ്. ആക്ഷൻ ഇന്ദ്രനാണെങ്കിൽ റിയാക്ഷൻ വൃത്രനാണ്. വൃത്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആറ്റങ്ങളിലൂടെ പൊട്ടിക്കലും, ഏത് കർമ്മം ചെയ്യുമ്പോഴും ആറ്റങ്ങളെ തമ്മിൽ വേർപെടുത്തുക, യോജിപ്പിക്കുക. ഏത് കർമ്മവും പൊട്ടിക്കലും യോജിപ്പിക്കലുമാണ്. അപ്പോൾ പൊട്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇന്ദ്രൻ ചെയ്യുന്നത്, എന്നിട്ട് വേറെ തരത്തിൽ യോജിപ്പിക്കും. അതുകൊണ്ടാണ് ഇന്ദ്രന് വജ്രായുധം കൊടുത്തത്. വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെല്ലാം വൃത്തത്തിൽ നിന്നാണ് പൊട്ടി വരുന്നത്. അതുകൊണ്ട് ആ വൃത്തത്തിലുള്ള അസുരൻ വൃത്രാസുരൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി, ആ വൃത്രനെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു, അർപ്പിക്കുന്നു. അപ്പം നമ്മളെല്ലാം ഒരു അരിക്ക് പദം വരാനുള്ള ടെൻഡൻസി ഇല്ല, അതിനെ എതിർക്കുന്നത്, അരിയെ പദം വരുന്നതിനെ എതിർക്കുന്ന ശക്തിയാണ് വൃത്രാസുരൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ദ്രന് അരിയും വെള്ളവും, വെള്ളത്തിൻ്റെ സഹായത്താലേ പറ്റൂ, അഗ്നിയും കൊടുക്കുകയാണ് ഇന്ദ്രന്. അപ്പോൾ ഇന്ദ്രനെ എല്ലാം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രൻ അതെന്ത് ചെയ്യും? അസുരനെ തോൽപ്പിച്ചിട്ട് പദം വരുത്തിത്തരും. ഇനി 209 അങ്ങ് എല്ലാം തികഞ്ഞവനാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവനാണ്. അതിന് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അതിന് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം, അനുകൂലമായ സമയത്ത് കൊടുക്കണം, എങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം, സയൻസിൻ്റെ. അപ്പോൾ ഇന്ദ്രൻ എല്ലാം തികഞ്ഞവനാണ്, ആ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവനാണെന്നുള്ള അത്രയും കഴിവ് എല്ലാ കർമ്മവും, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ എല്ലാ കർമ്മത്തിലും ഏർപ്പെട്ട ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. മറ്റു ദേവതകളിൽ കുടികൊള്ളുന്ന കീർത്തിയും ഇന്ദ്രനിലേക്കാണ് എത്തുന്നത്. നമ്മളൊരു വസ്തുവിനെ ഇപ്പം വേർന്നാക്കി മാറ്റുമ്പോൾ അതിൻ്റെ കീർത്തി ആരിലാണ് കിടക്കുന്നത്? ഈ ഇന്ദ്രനിലാണ് കിടക്കുന്നത്. ഒരു മരം എടുത്തിട്ട് അതിനെ മുറിച്ച് തറച്ച് ഒരു നല്ല മേശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മരത്തെ, അതാണ് ദേവതകൾ, മരം, ആ ദേവതയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ആരാണ്? അത് സുന്ദരമായൊരു മേശയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ ആവുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? ആ ഇന്ദ്രൻ എന്ന ശക്തി വിശേഷമാണ്. ഇനി 210 എന്നിട്ട് ഒരു ഉദാഹരണ സഹിതം, യജ്ഞകർത്താവായ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, വറുത്തെടുത്ത യവം, തൈര്, മലർപ്പൊടി ചേർത്ത ഇതെല്ലാമായ ഈ പുരോടാശം കലർന്ന സ്തുതിയോടുകൂടിയ സോമത്തെ ഉഷസ് വന്നെത്തുന്ന സമനത്തിൽ അങ്ങ് സേവിച്ചാൽ. അപ്പം നമ്മൾ പലതരം വസ്തുക്കൾ, ഈ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം യവം, തൈര്, മലർപ്പൊടി എന്ന പുരോടാസം എന്നെല്ലാമായിട്ട് ചുരുക്കി, ഇൻപുട്ടുകൾ പലതരത്തിലുണ്ട്, അതിനെ പലതായി തിരിച്ചിട്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ എന്തായിരിക്കും? ഇപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയാണ്, അരി എന്ന് പറഞ്ഞാൽ ധാന്യമാണ്, യവമാണ്. വെള്ളം എന്ന് പറയുന്നത് വേറൊന്നാണ്, അഗ്നി എന്ന് പറയുന്നത് വേറൊന്നാണ്. അപ്പോൾ വ്യത്യസ്ത തരം വസ്തുക്കൾ കൊടുത്തിട്ടാണ് നമ്മൾ അത് സേവിക്കും. ഇന്ദ്രൻ അതെടുത്തിട്ട് ഇന്ദ്രനോട് പറയാണ്, അങ്ങ് ഇതെടുക്കുക. സേവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇതെടുക്കുക, ഇലയെ തിന്നുന്നു എന്നുള്ള അർത്ഥത്തിൽ. നമ്മളൊരു സിസ്റ്റത്തിന് സാധനം കൊടുത്താൽ സിസ്റ്റം അത് എടുത്തിട്ട് എന്ന് പറയുമ്പോൾ അത് തിന്നൽ എന്നുള്ള അർത്ഥത്തിലും ആകാം. ആ സാധനത്തെ എടുത്തിട്ട് അതിനെ ഉപയോഗിച്ച് വേറൊന്നാക്കി തരുന്നു, ആ അർത്ഥത്തിലും എടുക്കുക. അപ്പോൾ ഇന്ദ്രനോട് പറയുകയാണ്, നീ അതെല്ലാം തരുന്ന സാധനങ്ങളെല്ലാം
ഇത്തരം വസ്തുക്കളെല്ലാം സ്വീകരിച്ചിട്ട് നമുക്ക് യജ്ഞം പൂർത്തീകരിക്കണം. ഇനി 211 അസൂയ നിറച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അസുരസേനയ്ക്ക് മേൽ വിജയം നേടി ഇന്ദ്ര. അപ്പം ഇന്ദ്രൻ എപ്പോഴും ഒരു യജ്ഞം നടക്കുമ്പോൾ അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ട്. അതായത് ഒന്ന് അതിനെ വേറെ അവസ്ഥയിലേക്ക്, നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വേറെ അവസ്ഥയിലേക്ക് മാറ്റാൻ ശ്രമിക്കും. അത് ആക്ഷൻ. അപ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ. അതാണ് അസുരന്മാർ. അപ്പോൾ എപ്പോഴും അസുരന്മാരെ ജയിക്കുന്നതാരായിരിക്കും? ദേവന്മാരായിരിക്കും. എങ്കിൽ മാത്രമേ അതെന്തായി മാറുകയുള്ളൂ? പ്രൊഡക്റ്റായി മാറുകയുള്ളൂ. അല്ലാതെ അരി കൊണ്ട് കൊടുത്തിട്ട് വെള്ളം ഇടാതെ നമ്മൾ അരി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചൂടാക്കിയാൽ ചോറാവില്ല. അസുരന്മാരാണ് ജയിക്കുക, കരിഞ്ഞു. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ജയിക്കുന്ന എപ്പോഴും ആര് തന്നെയായിരിക്കും? ഇന്ദ്രനായിരിക്കും. അപ്പോൾ അസൂയ മൂത്ത അസുരന്മാരുടെ മേൽ നീ വിജയം നേടി. അതെല്ലാം ഓരോ അസൂയ എന്നെല്ലാം പറയുന്നത്. അങ്ങ് നമുചി എന്ന നാമധാരിയായ അസുരന്റെ ശിരസ് വജ്രരഹിതമായ ജലത്തിൻ്റെ പതയാൽ വെട്ടിമാറ്റി. വജ്രരൂപമായ ജലത്തിൻ്റെ പത. അപ്പം ജലത്തിൻ്റെ പതയാണ് ഇവിടെ വജ്രരൂപമായിട്ട് മാറ്റുന്നത്, ചിന്തിച്ചിരിക്കുന്നത്. ജലത്തിൻ്റെ പതയാണ് വജ്രം ഹാർഡായി മുറിക്കാൻ സഹായിക്കുന്നത്. നമ്മളിപ്പോൾ തിളപ്പിക്കുമ്പോൾ, എല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ തിള വരുമ്പോൾ ഒരു ബബിളായിട്ടാണ് വരിക. അതാണ് നബുജിയുടെ തലയായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ശക്തി, ആ തല പൊട്ടിയിട്ടാണ് ബാഷ്പമായിട്ട് മുകളിലേക്ക് വെള്ളം പോകുന്നത്. നമുജിയുടെ തല, നമ്മൾ എന്ത് പാത്രത്തിൽ ചോറ് വെക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ബബിളായിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. അത് പൊട്ടിയിട്ടാണ് അത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പം നമുജിയുടെ തല തകർത്തിട്ടാണ് വെള്ളത്തെ ബാഷ്പീകരിക്കുന്നത്. അപ്പം അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ടാകുന്നതെല്ലാം ഇങ്ങനെ തിളക്കുമ്പോഴാണ്. തിളക്കുമ്പോൾ ആ നമുജിയുടെ തല പൊട്ടിയിട്ട് വെള്ളം ബാഷ്പീകരിക്കും. അപ്പം തിളക്കുന്ന സമയത്ത് അവിടെ വെള്ളം ബാഷ്പീകരിക്കുകയാണ്. അതാണ് ജലത്തിൻ്റെ നുരയാണ് പൊട്ടിക്കുന്നത്. ജലത്തെ നീരാവിയാക്കുന്നത് ഒരു തല പൊന്തിയിട്ട് തിളക്കുന്ന സമയത്ത് തല പോലെ ഇങ്ങനെ വന്നിട്ട് ജലത്തിൻ്റെ നുര, അതാണ് വെള്ളത്തെ പൊട്ടിച്ചിട്ട് മുകളിലേക്ക് കളയുന്നത്. അപ്പോൾ അത് വജ്രായുധത്തിന് ആ പൊട്ടിക്കുന്ന പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് ഇന്ദ്രൻ വജ്രായുധം. അവിടെ വജ്രായുധം, ഇന്ദ്രൻ്റെ വജ്രായുധം ഈ നൊരയാണ്. നൊരയായിട്ടാണത് പോവുക. എല്ലാ രാസപ്രവർത്തനത്തിലും നമ്മൾ കെമിസ്ട്രിയിലാണെങ്കിലും രണ്ടെണ്ണം ചേർക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ നൊര ഇങ്ങനെ പതഞ്ഞു പോകാൻ തുടങ്ങും. എന്നിട്ടാണത് ബാഷ്പീകരിക്കുന്നത്, രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്, വായു പുറത്തേക്ക് പോകുന്നത്. ഇനി 212. അപ്പോൾ അവിടെ വായുവാണ് എന്ത് ചെയ്യുന്നത്? ഈ ജലത്തെ ഇങ്ങനെ തലമാരിയാക്കിയിട്ട് പൊട്ടിക്കുന്നത്. അതിൻ്റെ അകത്തു നിന്ന് വീഴുന്ന വായുവെല്ലാം ആ ചൂടുള്ള വെള്ളത്തെ കുമിളമാരിയാക്കിയിട്ട് അതിനെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാഷ്പീകരണവും നടക്കും. ഇനി 212. ഉന്നതങ്ങളിൽ ഇരിക്കുന്ന സോമന് വേണ്ടിയാണ് നമ്മൾ സോമം പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഈ ഇൻപുട്ട്, എവിടെയും ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്? ഇന്ദ്രന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇന്ദ്രനാണത് വന്ന് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉൽപ്പന്നമാക്കി മാറ്റി തരുന്നത്. അങ്ങനെ അത് കിട്ടുമ്പോൾ അങ്ങെന്തായിത്തീരുന്നു? സന്തോഷവാനായിത്തീരുന്നു. നമ്മളത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണ്. നമ്മളൊരു മേസ്ത്രിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അദ്ദേഹം സന്തോഷമാവും. അദ്ദേഹം എന്ത് ചെയ്യും? വീടാക്കി തരും. അതുപോലെ ഇന്ദ്രനാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഇന്ദ്രന് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ശരിയായ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷമാകും. അത് എന്ത് ചെയ്യും? നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം അത് ഉണ്ടാക്കിത്തരും. ഇനി 213. ജ്വലിച്ചു നിൽക്കുന്ന ഇന്ദ്ര, അങ്ങക്ക് വേണ്ടിയാണ് സോമം ഒരുക്കി വെച്ചത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇന്ദ്രൻ എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ്. നമ്മളങ്ങ് സാധനം കൊടുക്കുകയേ വേണ്ടു. അപ്പം തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഒരു വെടി പൊട്ടിക്കണം, രാസവസ്തുവിനെ പൊട്ടിക്കണം. ഇന്ദ്രനാടെ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ എന്ത് കൊടുത്താൽ മതി? കുറച്ച് അഗ്നി അങ്ങ് കൊടുത്തേച്ചാണ്.
അവിടെ ഒരു സയൻസ് ഉണ്ട്. അഗ്നി കിട്ടുമ്പോൾ ആ വസ്തുക്കളെല്ലാം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ ഇന്ദ്രൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ തീ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അത് പിന്നെ ഇന്ദ്രൻ ചെയ്തോളൂ. അപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന ഇന്ദ്ര, അങ്ങക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സോമെല്ലാം തരുന്നത്. ഇരിക്കുന്നതിന് വേണ്ടി കുശാസനം വിരിച്ചിരിക്കുന്നു. കുശാസനം എന്ന് പറയുമ്പോൾ 2 തരത്തിലെടുക്കാം. സാധാരണ നിലയിൽ നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണ് കുശാസനം. പുല്ല് വിരിച്ചിട്ട് നമുക്ക് ഇരിക്കാമല്ലോ, നല്ല സുഖമുണ്ടല്ലോ. അപ്പം സോമം എന്ന് പറയുന്നത് ഇൻപുട്ടാണെങ്കിൽ കുശാസനം എന്ന് പറയുന്നത് സിസ്റ്റമായിട്ടും എടുക്കാം. ചില സ്ഥലത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഓയിലായിട്ടും എടുക്കാം. അപ്പം പൊതുവേ എടുക്കുമ്പോൾ നമ്മൾ ഏതിലാണ് കൊടുക്കുന്നത്? സിസ്റ്റത്തിലാണ്. ഒരു ചോറ് വെക്കുമ്പോഴുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാത്രം, വെള്ളം, ആ പാത്രമാണ്, അടിയിൽ തീയുമാണ്. അതിലാണ് വെള്ളവും സോമമാകുന്ന അരിയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിയും സോമവും കൊടുക്കുന്ന ആ പാത്രത്തെ ആണ് ഇവിടെ കുശാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുശാസനം എന്ന് പറയുമ്പോൾ ഏത് ഫർണസ് ആകാം, വലിയ എക്യുപ്മെൻറ്റ്സ് എല്ലാകാം, ഫാക്ടറികളിലെ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് എല്ലാകാം, അവിടെയാണ് നമ്മൾ സോമം കൊടുക്കുന്നത്. അതാണ് കുശാസനം. ആ കുശാസനം വിരിച്ചിരിക്കുന്ന മറ്റാർക്കുമല്ല, അവിടെയാണ്, അതിൻ്റെ അകത്താണ്. അതിനാണ് പൊതുവെ മാനേജ്മെൻറ്റിലെല്ലാം പറയുമ്പോൾ നമ്മൾ സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു സിസ്റ്റത്തിലേക്ക്, സിസ്റ്റം അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇൻപുട്ട് ഡിവൈസ്, കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്, പ്രോസസ്സറുണ്ട്. ഈ പ്രോസസ്സറിനെയാണ് കുശാസനം എന്ന് പറയുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഈ മൗസ്, കീപാഡ്, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. മറ്റേതാണ് സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്, അതാണ് ഇന്ദ്രൻ. നമ്മളിനി കുറച്ച് സയൻസിലോട്ട് അങ്ങ് മാനേജ്മെൻറ്റിലോട്ട് അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും, അതുവരെ നമ്മൾ ചോറിലെല്ലാം പിടിച്ചു പോവുകയായിരുന്നു. കുറച്ചും കൂടി അഡ്വാൻസിൽ പോകുമ്പോൾ ഇൻപുട്ട് സോമവും ഔട്ട്പുട്ട് അന്നവും ധനവും, ആ സിസ്റ്റമാണ് കുശാസനം. അതായത് സിസ്റ്റത്തെ കുശാസനം എന്ന് അതെവിടെയാണോ അവിടെ വെച്ചാണ് ഇന്ദ്ര, അതിൻ്റെ അകത്ത് വെച്ചാണ്, ആ സിസ്റ്റത്തിലാണ് കുശാസനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ കർമ്മങ്ങളെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അവിടെയാണ് സയൻസ് ആക്ട് ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ സ്തുതിയുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ശക്തിവിശേഷം ഡെവലപ്പ് ചെയ്തിട്ട് അതാണ് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്. കുറച്ചും കൂടി മോഡേണായിട്ട് നമ്മൾ കടക്കുകയാണ്. പക്ഷെ അങ്ങനെ കടക്കും തോറും നമ്മൾ ശ്രോതാക്കൾക്ക് മാനേജ്മെൻറ്റെല്ലാം പഠിക്കേണ്ടി വരും. അപ്പം ആ നിലയിൽ നമുക്ക് പഴയതും കൂടിയും വെച്ച് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സിസ്റ്റം അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കെല്ലാം സുഖമായിട്ട് മനസ്സിലാവും. അത് കുറച്ചും കൂടിയും സയൻറ്റിഫിക് ആയിട്ട് തോന്നും. പക്ഷേ ചിലവർക്ക് അത് ഉൾക്കൊള്ളാനും പാടായിരിക്കും. അപ്പം ഇങ്ങനെ പറയുമ്പോൾ വളരെ ക്ലിയറാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് സോമം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ധനം, അന്നം, കുശാസനം എന്ന് പറയുന്നത് ആ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് there is a processor, അവിടെ ഒരു പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്നതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിനകത്ത് എഴുതിയിരിക്കുന്ന അതാണ് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അതൊരു ശക്തി വിശേഷം തന്നെയാണ്. ഒരു ബ്രെയിൻ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അവിടെ ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്, അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രനെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുശാസനത്തിരുന്നു കൊണ്ട് സോമം പാലനം ചെയ്യുകയും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഇന്ദ്രൻ അവിടെ ആ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് സ്വീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് തരണം, ടി വിയിലൂടെ നല്ല പിക്ചറെല്ലാം കാണിച്ചു തരണം. കുറച്ചും കൂടിയും അതായിരിക്കും എളുപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതിന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള കാര്യവും ചിന്തിക്കണം.